hello friends, welcome to MYFROCKS. MYFROCKSil ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതും ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും തയ്ക്കാവുന്നതുമായ തരത്തിലുള്ള ഒരു ഫ്രോക്ക് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രോക്ക് 1 വയസ്സ് മുതൽ ഏകദേശം 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചെറിയ വ്യത്യാസങ്ങൾ അളവുകളിൽ വരുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ അളവിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ അളവുകളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു കാര്യം കൂടി, ഞാൻ MYFROCKS പ്ലസ് എന്ന പേരിൽ ഒരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നാളായി കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറച്ച് തയ്യൽ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പാചകത്തിൻ്റെ വീഡിയോസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതുകൂടി ഒന്ന് കയറി നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 2 പാർട്ടായിട്ടാണ് തയ്ക്കുന്നത്. യോക്ക് പാർട്ടും താഴെയുള്ള സ്കേർട്ടിൻ്റെ പാർട്ടുമായിട്ടാണ്. അപ്പോൾ യോക്ക് പാർട്ട് വന്നിട്ട് വളരെ ചെറിയ ഒരു പോർഷനേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് സ്കേർട്ടിൻ്റെ പോർഷനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ക്ലോത്താണ്. ഇത് 1 മീറ്റർ ക്ലോത്താണ് ഞാൻ എടുത്തത്. അതിന് ഫുള്ളായിട്ടും നമുക്ക് ആവശ്യം വന്നിട്ടില്ല. ഞാൻ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് പറയാം. ഈ ക്ലോത്തിൻ്റെ വീതി വന്നിട്ട് 31 ഇഞ്ചാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് 23 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. ഈ 31 ഇഞ്ച് വീതിയിലും 23 ഇഞ്ച് നീളത്തിലുമുള്ള 2 പീസ് ക്ലോത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് 2 പീസ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ലൈനിങ് ക്ലോത്തും എടുത്തിട്ടുണ്ട്. ലൈനിങ് ക്ലോത്ത് വന്നിട്ട് ഇതിൻ്റെ ഫുൾ വീതി ഞാൻ എടുത്തിട്ടില്ല. ലെങ്തും ഒരു 3 ഇഞ്ച് കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലെങ്ത് ഫുള്ളായിട്ട് വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി ലെങ്തിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് അത്രയും എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. ഏകദേശം 17 ഇഞ്ച് നീളമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ വീതി വന്നിട്ട് 22 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത് ലൈനിങ് ക്ലോത്തിന്. അതുപോലെ തന്നെ ലൈനിങ് ക്ലോത്തും ഞാൻ ഈ സ്കേർട്ടിൻ്റെ ക്ലോത്ത് പോലെ തന്നെ മുകളിൽ വെച്ചിരിക്കുന്ന ക്ലോത്ത് പോലെ 2 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞ മെഷർമെൻറ്റിൽ 2 ക്ലോത്ത് ഉണ്ട്. ഫ്രണ്ടും ബാക്കുമായിട്ടുള്ള 2 ക്ലോത്തുകളുണ്ട്. ഞാൻ ഈ ലൈനിങ് ക്ലോത്തിനെ ഇതുപോലെ ഒന്ന് മടക്കിയിടുന്നു. ആദ്യം നമുക്ക് ലൈനിങ് ക്ലോത്തിൽ മെഷർമെൻറ്റ് എടുക്കാം. ഇത് മുറിയാത്ത ഭാഗമാണ്, ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനാണ്. ഇത് 4 പീസ് വരുന്ന പോർഷനാണ് കണ്ടോ. 4 പീസായിട്ടിരിക്കുന്ന പോർഷനാണ്. ഇവിടെയാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത്, തെറ്റിപ്പോകരുത്. അപ്പോൾ ഇവിടെ നിന്നും താഴേക്ക്, അതായത് മുകളിൽ നിന്നും താഴേക്ക് 2.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നു. 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പോർഷനിൽ നിന്നും ഇങ്ങേ അറ്റത്ത് നിന്നും ഇങ്ങോട്ടേക്കും ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമുക്കിതൊന്ന് ചെറിയ ഒരു കർവായിട്ട്, വലിയ കർവാക്കണ്ട, ചെറിയ ഒരു കർവായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ലൈനിങ് ക്ലോത്ത് മടക്കി അതേപോലെ തന്നെ മെയിൻ ക്ലോത്തും മടക്കിയിട്ടുണ്ട്. ഈ പോർഷനിൽ 4 പീസ് വരുന്നുണ്ട് കണ്ടോ. ഇവിടെ നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനാണ്. നമ്മൾ ഇതിൻ്റെ അതേപോലെ തന്നെ മടക്കിയിട്ടു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലേക്ക് നമ്മുടെ ഈ ലൈനിങ് ക്ലോത്തിനെ വെക്കുന്നു. അപ്പോൾ ലൈനിങ് ക്ലോത്ത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ മാർക്കിംഗ് ഈ എഡ്ജിൽ വരത്തക്ക രീതിയിൽ വേണം വെക്കാൻ. നിങ്ങൾക്ക് ഈ എഡ്ജ് കാണുമ്പോൾ മനസ്സിലാകും. ഇതിൻ്റെ തുറന്ന ഭാഗവും നല്ല പീസിൻ്റെ നല്ല തുണിയുടെ തുറന്ന ഭാഗവും ഒരേപോലെ വരത്തക്ക രീതിയിലാണ് ലൈനിങ് ക്ലോത്ത് വെക്കേണ്ടത്. ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് അധികം തുണി കാണും. കാരണം ലൈനിങ് ക്ലോത്ത് നമ്മൾ മെയിൻ ക്ലോത്തിനേക്കാൾ കുറച്ചാണ് വീതി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കുറച്ച് അധികം തുണി കാണും. അത് നോക്കണ്ട, ഇവിടെയാണ് നമ്മൾ ഒരുപോലെ വെക്കേണ്ടത്. നമ്മളിത് ഈ മാർക്ക് ചെയ്ത ഈ പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നു. ലൈനിങ് ക്ലോത്തിലും മെയിൻ ക്ലോത്തിലും ഒരുപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. നമ്മൾ ആം ഹോളിൻ്റെ പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം കണ്ടോ, ഇതിൻ്റെ ഈ സെൻറ്റർ പാർട്ടിൽ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ പോർഷനിലായിട്ട് ലൈനിങ്ങിൻ്റെ ക്ലോത്തിലും ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുത്തു. അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിലും നമ്മൾ ഇതുപോലെ ഒരു മാർക്കിംഗ് കൂടി കൊടുക്കുക. കൃത്യമായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റർ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം. നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ക്ലോത്ത് ഞാൻ മെയിൻ ക്ലോത്ത് 1 മീറ്ററും യോക്ക് പാർട്ട് കട്ട് ചെയ്യാൻ നമുക്കൊരു 1/4 മീറ്റർ അല്ലെങ്കിൽ ഒരു 30 സെൻറ്റിമീറ്റർ ക്ലോത്തൊക്കെ മതിയാവും കേട്ടോ. മെയിൻ ക്ലോത്തിന് 1 മീറ്ററും മതിയാവും ഈ 5 വയസ്സുള്ള കുട്ടിയുടേത് തയ്ക്കാനായിട്ട്. യോക്ക് പാർട്ട് ഞാൻ ആദ്യം ഈ ലൈനിങ് ക്ലോത്തിലാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് പറയാം. 11 ഇഞ്ച് നീളമുണ്ട്, 12 ഇഞ്ച് വീതി. ഏകദേശം നീളവും വീതിയും തുല്യം തന്നെ ആയിട്ടുള്ള ഒരു സ്ക്വയർ പീസാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കൃത്യം 4ആയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി പിന്നെ ഇതുപോലെയും ഒന്ന് മടക്കാം. ഇതുപോലെ മടക്കിയിട്ടുണ്ട് കണ്ടോ. ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനാണ്, ഇവിടെ നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള പോർഷനാണ്. ഇവിടെ നമ്മൾ സാധാരണ ഉടുപ്പിൻ്റെ കഴുത്തിൻ്റെ ഒക്കെ അകലവും ഒക്കെ എടുക്കുന്നത് പോലെ തന്നെ ഇവിടെ നിന്നും ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഈ പോർഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് കഴുത്തിൻ്റെ അകലം ഞാനിവിടെ ഒരു 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. കഴുത്തിൻ്റെ അകലം 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇറക്കം 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. നമുക്ക് എന്നിട്ടൊന്ന് സ്ക്വയർ ആയിട്ട് വരയ്ക്കും. എന്നിട്ട് നമ്മളിത് ഇതുപോലെ കഴുത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെ കർവായിട്ട് വരച്ചു. ഇനി അതിന് ശേഷം ഇവിടെ നിന്നും താഴേക്ക് ആദ്യം നമുക്ക് ഇവിടെ നിന്ന് തൊട്ട് തുടങ്ങാം. ഈ പോർഷനിൽ നിന്നും താഴേക്ക് 3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവുക.
ഇവിടെ വരുമ്പോൾ ശ്രദ്ധിച്ചോണം, ഈ കർവിൽ നിന്നാണ് 3 ഇഞ്ച് വരേണ്ടത് കേട്ടോ, ഇവിടെ നിന്നല്ല വരേണ്ടത്. ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കർവായിട്ട് തന്നെ വരച്ചെടുക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഈ പോർഷൻ കട്ട് ചെയ്യുക, പിന്നെ ഈ പോർഷൻ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ഫ്രണ്ടും ബാക്കുമായിട്ട്. ഇത് നമ്മുടെ ലൈനിങ് ക്ലോത്ത് ആണ്. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്ത് കൂടി ഇതുപോലെ തന്നെ ഇതേ രീതിയിൽ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ഇപ്പം സെയിം അളവിൽ നല്ല ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ലൈനിങ് വെച്ച സെയിം അളവിൽ തന്നെ ഇതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കഴുത്തിൻ്റെ ഈ പോർഷൻ ലൈനിങ്ങും നല്ല ക്ലോത്തും കൂടി വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ റിവേഴ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഇതുപോലെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മളിത് ഇങ്ങനെ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് റിവേഴ്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നല്ല ഭാഗം ഇതുപോലെ റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ നെക്കിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്യണം എന്നില്ല കേട്ടോ, നന്നായിട്ട് തന്നെ നമ്മളൊന്ന് പ്രസ് ചെയ്തെടുത്താലും മതി, അയൺ ചെയ്തെടുത്താലും മതി. അഥവാ ഇനിയും ഒഴുകി കിടക്കുന്ന തരം തുണിയൊക്കെ ആണെങ്കിൽ, ഒട്ടും കട്ടിയില്ലാത്ത തുണിയൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഇതിൻ്റെ പുറമേ കൂടി ഒരു സ്റ്റിച്ച് ഈ അരികി ചേർത്ത് പതിച്ചടിക്കുകയും ചെയ്യാം. അപ്പം നമ്മളിത് ഇതിങ്ങനെ കൃത്യം ഫ്രണ്ടും ബാക്കും എന്നുള്ള രീതിയിൽ മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പോർഷൻ ഒന്ന് കൃത്യമായിട്ട് മടക്കി ഇവിടെ സെൻറ്ററിലൊരു നോച്ച് കൊടുക്കാം. ബാക്കിലും ഫ്രണ്ടിലും വരണം കേട്ടോ നോച്ച്. ഇങ്ങനെ മടക്കിയിട്ട് കൃത്യം സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ബാക്ക് പോർഷനായിട്ട് നമ്മൾ കരുതുന്ന ഭാഗം ബാക്ക് പീസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരെയും ഒരു ഓപ്പണിംഗ് കൊടുക്കാം. അത് ഞാൻ ഇത് സ്കേർട്ടിൻ്റെ പോർഷൻ കൂടി അറ്റാച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇനിയും ഈ പോർഷനിൽ നിന്നും ഈ 2 ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നും താഴേക്ക് നമ്മളൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഉണ്ടോ, എവിടെയാണോ 2.5 ഇഞ്ച് വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഇവിടെയും അതുപോലെ തന്നെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. ഇതെനിക്കിപ്പോൾ ഉണ്ടോ, അത് ഇത്രയും എനിക്ക് 12 ഇഞ്ചാണ് വരുന്നത്. 12 ഇഞ്ചാണ് നമ്മുടെ ഈ പോർഷനിലെ അളവ് വരുന്നത്. ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ പോർഷനിലേക്ക് വരുന്ന ക്ലോത്ത് ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെയിൻ ക്ലോത്ത്, നല്ല ക്ലോത്ത് എടുക്കുക. നല്ല ക്ലോത്തിൻ്റെ നല്ല ഭാഗമാണിത്, ഇത് ചീത്ത ഭാഗമാണ്. നല്ല ഭാഗത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് നമ്മളിത് എവിടെ ഈ ആം ഹോള് ഇങ്ങനെ കട്ട് ചെയ്തിരുന്നല്ലോ, അപ്പോൾ ഈ പോർഷൻ ഇങ്ങനെ ഒന്ന് തയ്ക്കുക. ഇതേപോലെ തന്നെ മറു സൈഡിലും നല്ല ക്ലോത്തിന് വീതി കൂടുതലാണ്. അപ്പോൾ ഈ മറു സൈഡിലും ഇതേപോലെ തന്നെ ആം ഹോള് ഇങ്ങനെ ഒന്ന് തയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതും റിവേഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ തന്നെ മറ്റേ പോർഷനും തയ്ക്കുക. ബാക്ക് 2 പീസ് വീതം ഉണ്ടല്ലോ, അപ്പോൾ മറ്റേ പീസും ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. സ്കർട്ടിൻ്റെ പാർട്ടിൽ ഞാൻ ഈ 2 സൈഡ് നമ്മൾ ആം ഹോള് കട്ട് ചെയ്തിരുന്നല്ലോ, ഇവിടെ ഈ ഭാഗം തയ്ച്ചിട്ടുണ്ട്. നല്ല ഭാഗത്താണ് ലൈനിങ് വെച്ച് തയ്ച്ചത്. ഇത് നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് തോന്നുന്ന ഇതെന്താ എല്ലാം റിവേഴ്സ് ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ ചെറിയ കുട്ടികളുടെ ഉടുപ്പാകുമ്പോൾ തയ്യൽ തുമ്പ് പുറത്ത് കാണാതെ മാക്സിമം ഈ തയ്യൽ അകത്ത് പോകത്തക്ക രീതിയിൽ തയ്ക്കുന്നതാണ് നല്ലത്. അവർക്ക് ശരീരത്തിൽ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, പിന്നെ കാണാനും ഒന്നുകൂടി ഭംഗിയുമായിരിക്കും. ഇതുപോലെ 2 പീസും ഫ്രണ്ടും ബാക്കും ഞാൻ ഇതുപോലെ തന്നെ തയ്ച്ച് റിവേഴ്സ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ, ഇങ്ങനെ പതിച്ച് അടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിത് ഈ യോക്ക് പാർട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, തയ്ച്ചെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിത് ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിരുന്നല്ലോ 2 സൈഡിൽ നിന്നും. ഈ 2.5 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ഇത്രയും കർവ് ഈ മെഷർമെൻറ്റിലേക്ക് ഈ ഭാഗം ഇങ്ങനെ തയ്ച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ അളവിലേക്ക് ഈ സ്കേർട്ടിൻ്റെ തുണിയെ കൊണ്ടുവരണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഈ തുണിക്ക് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് ആദ്യം പ്ലീറ്റ്സ് ഇട്ടൊന്ന് തയ്ച്ച് വെക്കുക. ഉണ്ടോ, മാക്സിമം ഈ ഭാഗത്ത് വേണം പ്ലീറ്റ്സ് കൂടുതൽ വരാൻ, സെൻറ്റർ പോർഷനിലായിട്ട് പ്ലീറ്റ്സ് കൂടുതൽ വരാൻ വേണം. എന്നിട്ട് ഈ 2 ഭാഗത്ത് കണ്ടോ ഇങ്ങനെ വേണം ഇത് തയ്ക്കാനായിട്ട്. നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം ആ മെഷർമെൻറ്റിൽ ഈ തുണി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് തയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സെൻറ്റർ വരെ വരുമ്പോൾ 6, അപ്പോൾ ഇപ്പുറത്തേക്കും 6 തന്നെ ആയിരിക്കും. ഒരു 12 ഇഞ്ചാണ് വരുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള മെഷർമെൻറ്റ്. അപ്പം ഈ തുണിയെ നമ്മൾ 12 ഇഞ്ചിലേക്ക് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് മാറ്റുക. 12 ഇഞ്ചായിട്ട് ഇവിടെ കറക്റ്റ് ഫിറ്റിംഗ് ആയി വരുന്ന രീതിയിൽ നമ്മളിവിടെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുക. ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസും ഇതേ മെഷർമെൻറ്റിൽ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുക. ഇനി നമ്മളിത് ഈ സ്കേർട്ട് കണ്ടോ, ഞാൻ ഇതേ അളവിലേക്ക് ഇത് പ്ലീറ്റ്സ് ഇട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. ഈ ലൈനിങ് ക്ലോത്തിലും കുറച്ച് പ്ലീറ്റ്സ് വരുന്നുണ്ട്. ഇനി നമ്മളിത് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് തയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മളിത് ഫ്രണ്ടും ബാക്കുമായിട്ടാണല്ലോ, അപ്പോൾ ഇനി ഇവിടെ നമ്മളിത് ഈ ഫ്രണ്ട് പോർഷനിൽ ആദ്യം ഈ മുകളിലത്തെ ഫ്ലാപ്പ് നല്ല തുണി മാറ്റി വെക്കുക.
മുകളിലേക്ക് പൊക്കിയിട്ട് ഈ ലൈനിങ് ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗവും ഇതിൻ്റെ സെൻറ്റർ ഭാഗവും ഇതിങ്ങനെ പിടിച്ചിട്ട് കൃത്യം സെൻറ്റർ ഒന്ന് കാണുക. ഞാൻ ഇവിടെ സെൻറ്റർ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്കിങ്ങും ഒരുപോലെ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഉണ്ടോ ഇങ്ങനെ വളച്ച് വെച്ച് ഇങ്ങനെ ഈ ഭാഗം ഇവിടം വരെയും ഇങ്ങനെ വളച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾക്കൊന്ന് മുട്ടുസൂചി കുത്തി വെക്കാം, മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ മുട്ടുസൂചി പിൻ ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ തയ്ച്ചെടുക്കുക. ഈ ലൈനിങ് ക്ലോത്തിൽ ഇത് തയ്ക്കുക. ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസിൻ്റെ ഈ ഭാഗത്തും അടുത്ത പീസ്, സ്കേർട്ടിൻ്റെ അടുത്ത പീസ് ഇതേപോലെ തന്നെ സെൻറ്റർ പോർഷൻ നോക്കി അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായി കാണില്ല. ഇപ്പോൾ ഈ 2.5 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തതും ഇവിടെ ഈ സ്കേർട്ടിൻ്റെ പോർഷനിൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തതും അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് ഏകദേശം 5.5 ഇഞ്ചാണ് കൈക്കുഴി വരുന്നത്. അതുകൊണ്ടാണ് മുകളിൽ ഈ യോക്ക് പോർഷനിൽ ഇത്രയും വരുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ 3.5 മാത്രം എടുത്തത്. നമ്മളിത് ലൈനിങ് പീസിൽ കണ്ടോ ഇതുപോലെ ഈ ലൈനിങ് പീസിൽ വെച്ച് തയ്ച്ചു. അതേപോലെ തന്നെ ഈ പീസും ലൈനിങ് പീസിൽ വെച്ച് തയ്ച്ചു. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, നമ്മുടെ നല്ല പീസ്, ഈ പീസ് ഇങ്ങനെ ഒന്ന് ഡബിൾ ഫോൾഡ് കൊടുത്ത് ഇങ്ങനെ ഒന്ന് മടക്കി എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മടക്കുക. ഡബിൾ ഫോൾഡ് കൊടുത്ത് ഇതിലേക്ക് വെച്ച് ഇങ്ങനെ മടക്കി വെക്കുക. ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിൻ്റെ ഈ എഡ്ജിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് പോകണം. എഡ്ജിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗം വരുമ്പോൾ നമുക്ക് ഈ ക്ലോത്തില്ല, സ്കേർട്ടിൻ്റെ ക്ലോത്തില്ല. അപ്പോൾ ഈ ലൈനിങ് ക്ലോത്തും കൂടി വെച്ചിട്ട് വേണം ഇങ്ങനെ ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ലൈനിങ് ക്ലോത്തിലേക്ക് വെച്ചിട്ട് ഈ ലൈനിങ് ക്ലോത്ത് ഉൾപ്പെടെ ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വേണം തയ്ക്കാൻ. ഈ പോർഷൻ വരുമ്പോൾ ഒരല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാൻ തയ്ക്കാൻ. ഇങ്ങനെ ഡബിൾ ഫോൾഡ് കൊടുത്ത് ഫുള്ളായിട്ട് നമുക്ക് റൗണ്ടിൽ തയ്ച്ചെടുക്കാം. ഇതുപോലെ കണ്ടോ, ഇങ്ങനെ നമ്മൾ മടക്കി പതിച്ച് തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്ക് സൈഡിലും തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് സൈഡും കൂട്ടി തയ്ക്കുക. ഇതേപോലെ വെച്ച് ഈ 2 സൈഡും കൂട്ടി തയ്ക്കുക. അതിനുശേഷം അടിഭാഗം നമുക്ക് മടക്കി തയ്ക്കുകയോ അല്ലെങ്കിൽ ഫിഷിംഗ് ത്രെഡ് ഇട്ട് ചെയ്യുകയോ ലോക്ക് ചെയ്യുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഫ്രോക്കിൻ്റെ 2 സൈഡും തയ്ച്ചു, അടിഭാഗവും മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്കാണ്. ഞാൻ ഈ ബീഡ്സ് കുറച്ച് ഇതിൻ്റെ ഈ യോക്ക് പോർഷനിലായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഈ ബീഡ്സ് പഞ്ചർ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മെഷീൻ ഇല്ലാത്തവർ നമുക്ക് കൈകൊണ്ട് ഈ പേള് അറ്റാച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്യുകയോ ഇവിടെ ഒരു ബട്ടർഫ്ലൈ വെക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടും നമുക്കിവിടെ ഭംഗിയാക്കാം. ഒന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ ഈ ഫ്രോക്ക് വളരെ ഭംഗിയുള്ള ഒരു ഫ്രോക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ഓപ്പണിങ്, ഇതിപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഓപ്പണിംഗ് ഇല്ല. അപ്പോൾ തല അല്പം വലിയ കുട്ടികളൊക്കെയാണ്, കടക്കത്തില്ല എന്നുണ്ടെങ്കിൽ ബാക്കിൽ ഇതുപോലെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ട് ഇവിടെ ഒരു ഹുക്ക് പിടിപ്പിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് തയ്ക്കാൻ പറ്റും കേട്ടോ ഈ ഫ്രോക്ക്. അപ്പോൾ ഇത് നമുക്ക് ഈ ലെങ്ത്, അതായത് ഈ സ്കേർട്ടിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ കഴുത്തിൻ്റെ അകലവും കഴുത്തിൻ്റെ ഇറക്കവും ഒക്കെ ഏകദേശം ഒരു 6-7 വയസ്സ് വരെ ഇതൊക്കെ തന്നെ ആയിരിക്കും. വലിയ വ്യത്യാസം വരില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്ച്ച് നോക്കണേ. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.